Hi guys, welcome back to my channel Surumi Bros. Today topic ഒരു ക്ലീനിങ് ബ്ലോഗ് ആണ്. ഇപ്പോഴത്തെ സീസൺ നിങ്ങൾക്കറിയാലോ, നോമ്പായി തുടങ്ങി. നനച്ചുളിയുടെ തിരക്കിലാണ് ഒരുവിധം പേരെല്ലാം. അപ്പോൾ ഇന്നലെ ഒറ്റ ദിവസത്തിൻ്റെ പ്രയത്നമാണ് ഇതാ കണ്ടോ ടോട്ടൽ ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. നോമ്പ് എത്രയും നോക്കാം, നനച്ചുളിയാണ് കഴിയാത്തതെന്നുള്ള മലയാളി വീട്ടമ്മമാരുടെ, സ്പെഷ്യലി മുസ്ലിം വീട്ടമ്മമാരുടെ സ്ഥിരം പഴഞ്ചൊല്ലിനൊരു ചെറിയ സഹായം കൂടി ആയിട്ടാണ് ഈ വീഡിയോ. നനച്ചുള്ളി കഴിഞ്ഞവരാണെങ്കിൽ പോട്ടെ, കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിൽ പറയുന്ന ടിപ്സുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾക്കിത് എന്തായാലും ഹെൽപ്ഫുൾ ആവും. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾ നനച്ചുള്ളി ഗംഭീരാക്കും. നമ്മുടെ ചാനൽ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. റജബ് 27 കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം മുസ്ലിം വീടുകളിലെല്ലാം ഉള്ള സ്ത്രീകളുടെ സ്ഥിരം പിറുപിറുപ്പാണ്. ഹോ എൻ്റെ അമ്മോ, ഇനിയിപ്പം നനച്ചുളി ഇങ്ങനെ തീർക്കും റബ്ബേന്ന്. അപ്പോൾ ആ നനച്ചുളി ഒറ്റ ദിവസം കൊണ്ട് ടോട്ടൽ ഒരു ദിവസമാണ്ട് ഫുള്ള് അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടാൽ ചടപടേന്ന് തീരും. പക്ഷേ ടോട്ടല് തീരൂല കേട്ടോ നമ്മൾ സാധാ രീതിയിൽ ചെയ്താൽ. അതിന് നമുക്ക് പെട്ടെന്നൊന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് ഒരു ബോട്ടിൽ വിനിഗറാണ്. ആ വിനിഗർ വെച്ചിട്ട് അതിന് സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ഐറ്റംസുകളും നമുക്ക് വേണ്ട ഐറ്റംസുകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ വെളുത്തുള്ളി, വാസ്ലിൻ, വിക്സ്, ഇഞ്ചി, ചെറുനാരങ്ങ ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അതുപോലെ പ്രില്ലോ, വിമ്മോ, ഫെയരിയോ ആയിട്ട് എന്തെങ്കിലും ഒന്നും. അപ്പോൾ ആദ്യം നമ്മൾ വാസ്ലിൻ കൊണ്ട് നമുക്കുണ്ടാവുന്ന യൂസിങ് എന്താണെന്നാണ് നോക്കുന്നത്. 1 സ്പൂൺ വാസ്ലിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അതിൻ്റെ ഡബിള് വിനിഗർ എടുക്കുക. എന്ന് വെച്ചാൽ ഒരു 3 സ്പൂണോളം വിനിഗർ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വാസ്ലിനും വിനിഗറും മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷേ എന്നാലും കുറച്ച് ടൈം നമ്മളൊന്ന് മെനക്കെട്ടാൽ അതൊന്ന് മിക്സായിട്ട് കിട്ടും. ആ വിനിഗറിൽ വാസ്ലിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാവുന്നത് വരെ അങ്ങനെ നമ്മൾ തുടരുക. നമ്മൾ വിരൽ വെച്ചിട്ട് തന്നെ മെനക്കിടേണ്ടി വരും. ഇത് സ്പൂൺ വെച്ചിട്ട് ചെയ്താലൊന്നും അത് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇതാ ഇങ്ങനെ അവിടെ ഇവിടെയും പറ്റി പിടിച്ച് കിടക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ മാറാലക്കൂലില്ലേ, മാറാല ഇതൊക്കുന്ന അതിൽ എന്ത് ചെയ്യുക, ഈ വാസ്ലിന് വിനിഗർ സ്പ്രെഡായിട്ടുള്ള വാസ്ലിന് നമ്മൾ ഇതിൽ കൈകൊണ്ട് പുരട്ടിയെടുക്കുക. ആ വിനിഗർ എടുക്കേണ്ട, പകരം ആ വാസ്ലിൻ അവിടെ വിനിഗറും കൂടി സ്പ്രെഡായത് കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ഇതിന്മേൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറാല കിട്ടില്ല. നമ്മൾ ഇതിൻ്റെ സ്മെല്ല് ആ 8 കാലി വല നെയ്യുന്ന അതിന് ഭയങ്കര എഫക്റ്റീവാണ് ഈ വാസ്ലിൻ്റെ സ്മെല്ല്. ചുമരിൽ വെട്ടിയിട്ട് ഈ മാറാലക്കോല അങ്ങനെ നമ്മൾ ഒരതി എടുക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. ഒരുപാട് വിനിഗർ ഒഴിക്കരുത്. അതിന് പകരം നമ്മൾ ഒരിത്തിരി ഇതിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. നനഞ്ഞാൽ ഇതിൽ മാറാല പറ്റി പിടിച്ചിട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചുമരിൻ്റെ മൂലയിലെല്ലാം പറ്റിക്കിടക്കുന്ന പല്ലിയുടെ ഇത്, അതുപോലെ 8 കാലിയുടെ മുട്ട, അതെല്ലാം ഉണ്ടാവും മുകളിൽ പറ്റി പിടിച്ച് ചുമരിന്ന് പോരാത്തത്. അതെല്ലാം നല്ല ക്ലിയറായിട്ട് പോരും നമ്മൾ ഈ വിനിഗർ ഒഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ടൈം മാറാല അടിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. പെട്ടെന്നൊന്ന് സ്പീഡപ്പായിട്ട് കഴിഞ്ഞ് കിട്ടും. അത് നിങ്ങൾ ട്രൈ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇനി അടുത്ത ടിപ്സ് വിക്സ് വെച്ചിട്ടുള്ളതാണ്. ഇത് വിക്സാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ മോഡലാണ്. നമുക്ക് അമൃതാഞ്ജൻ, ആ പച്ച, അതുപോലെ ചോപ്പ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ 1 സ്പൂണാണ് എടുക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അതും ഞാനിതിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത്തിരി മണ്ണെണ്ണ കൂടെ വിനിഗറിൻ്റെ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആവും, നന്നാവും. ഇതുകൊണ്ടുള്ള നമുക്ക് യൂസിങ് എന്താണെന്ന് വെച്ചാൽ,
നമ്മുടെ വീട്ടിലെ ജനവാതിൽ അതുപോലെ വാതിൽ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബക്കറ്റിലേക്ക് ഇത്തിരി മണ്ണെണ്ണ കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതാദ്യം ഞാൻ ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിരുന്നു. നിങ്ങൾക്കറിയാലോ, ഈ നനച്ചുള്ളി തന്നെ ഒരു തലവേദനയാണ്. അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കുന്നത് അതിലും വലിയ തലവേദനയാണ്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ക്രേസായി പോയി. അതുകൊണ്ട് വിടാതെ അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ കൊണ്ടാണ് ഞാനിത് നിർത്താത്തത്. അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് എല്ലാവർക്കും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഫീഡ്ബാക്കായിട്ട് കമൻസായിട്ട് അറിയിക്കുന്നില്ല. അതിലെനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതൊന്ന് കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് കമൻസായിട്ട് ചോദിക്കാം. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരും. മണ്ണെണ്ണയും വിനിഗറും മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം നമ്മൾ ചേർക്കാനേ പാടില്ല കേട്ടോ. വെള്ളം ചേർത്താൽ ഇതിൻ്റെ റിസൾട്ട് കുറയും. ഇനി നമുക്കൊരു ടവലോ എന്തെങ്കിലും എടുത്തിട്ട് കണ്ടോ, നമ്മുടെ ജനവാതിലിനാണ് ഞാനിത് ടെസ്റ്റ് ചെയ്ത്. ഇതിൽ ഈ പല്ലി, പാറ്റ, കൂറ ഇതെല്ലാം വന്ന് കിടക്കുന്നത് ഒഴിവായി കിട്ടും. നമ്മൾ വിനിഗറും വിക്സും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് ഒരു 2-3 മാസത്തോളം നിലനിൽക്കും. ഈ ഒരു സ്മെല്ലിൻ്റെ എഫക്റ്റ് വിനിഗറായാലും ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പൂപ്പിൽ, അതുപോലെ ജനവാതിലിൻ്റെ കമ്പിക്ക് വരുന്ന ആ ഒരു തുമ്പാണല്ലോ, തുരുമ്പ് പിടിക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവായി കിട്ടാനും വേണ്ടിയിട്ടാണ് മണ്ണെണ്ണ ഒഴിക്കുന്നത്. നമ്മുടെ ജനൽ കമ്പികൾ നല്ല തിളക്കത്തോടെ, ചിലരെല്ലാം പറയാറുണ്ട് നമ്മൾ ജനൽ കമ്പി എല്ലാം, ചിലരെല്ലാം 27 ബറാത്ത് രാവിൻ്റെ മുമ്പ് ക്ലീനിങ് തുടങ്ങും. പക്ഷേ നോമ്പാവുമ്പോക്കിന് തന്നെ അത് ആകെ പൊടി പിടിച്ച് നമ്മൾ ആ ക്ലീൻ ചെയ്ത ഒരു 4 ദിവസം ഈ തിളക്കം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 2-3 മാസത്തോളെങ്കിലും നിങ്ങൾക്ക് അതേ ഒരു ഷൈനിങ് കിട്ടും. നമ്മൾ വെള്ളം മാത്രമായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 3-4 തവണ നമ്മൾ ഇത് ക്ലോത്ത് പിഴിഞ്ഞ് വീണ്ടും ചെയ്യണം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ മൊത്തത്തിൽ ക്ലീനായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന 1 മണിക്കൂർ 1/4 മണിക്കൂറായിട്ട് കിട്ടും. ഇനി അടുത്തത് ഇഞ്ചി വെച്ചിട്ടുള്ളതാണ്. അതിലേക്കും ടോട്ടൽ എല്ലാത്തിലേക്കും വേണ്ടത് വിനിഗറാണ്. ഇത് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്ലോറ് അതാണല്ലോ ഏറ്റവും, അത് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതായാൽ പോലും ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ അതൊന്ന്, പലരും ചകിരിയൊക്കെ ഇട്ടിട്ട് ബ്രഷൊക്കെ ഇട്ടിട്ട് ഉരച്ച് സെറ്റാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ ഈ ഇഞ്ചി കൊണ്ടുള്ള ഇങ്ങനെ ചെയ്താൽ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ഈ ബക്കറ്റിലുള്ളത് പകുതിയും വിനിഗറാണ് കേട്ടോ. അതിൽ പകുതി വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. വിനിഗർ മാത്രമായിട്ടാകുമ്പോൾ ഒരു ഒട്ടലുണ്ടാവും. നമ്മൾ മഫിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത്തിരി കൂടെ വിനിഗർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മഫ് ആദ്യം നന്നായിട്ട് അതിൽ ചെയ്തെടുക്കുക. നമ്മളൊരു 3-4 പ്രാവശ്യം തുടക്കും ഇങ്ങനെ നനച്ചുള്ളി ടൈമിൽ. കാരണം നമ്മൾ ബാക്കിയുള്ളതെല്ലാം വലിച്ചിട്ടുമ്പോൾ കൂടുതൽ അഴുക്കാവും. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ല. ഒറ്റ തവണ നമ്മളൊന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലോറ് നല്ല കണ്ണാടി പോലെ തിളങ്ങും. ഇതാ കണ്ടോ, ഒറ്റ തവണ തുടച്ചെടുത്തപ്പോഴേക്ക് നിലം നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്നും ക്ലീനിങ്ങിൽ തലവേദന ആയിട്ടുള്ള നമ്മുടെ ബാത്റൂം, അതുപോലെ വാഷ് ബേസിൻ, അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക്, അതിനെല്ലാമുള്ള സൊല്യൂഷനാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ നനച്ചുള്ളി കൂടുതൽ സ്പീഡപ്പ് ആക്കാൻ ഏറ്റവും നല്ലത് ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. വെളുത്തുള്ളിയും വിനിഗറും, ഇതിലും വിനിഗർ കുറച്ച് അധികം ചേർക്കുക. പക്ഷേ ഇതിൽ വെള്ളം ചേർക്കരുത്, വിനിഗർ മാത്രം ചേർക്കുക. വെളുത്തുള്ളി അതുപോലെ തോല് കളയരുത്, തോലോടെ നമ്മൾ അടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വാഷ് ബേസിൻ, അതുപോലെ പാത്രം കഴുകുന്ന സിങ്ക്, അതുപോലെ ബാത്റൂം, ഇവയിലെല്ലാം ഇതൊന്ന് ഒഴിച്ചിടുക. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല, ഫസ്റ്റ് നമ്മളിതാണ് ചെയ്തിടേണ്ടത്. കാരണം ഇതൊരു 1.5-1 മണിക്കൂർ ഇതിങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടിടണം. എത്ര പൂപ്പലും പൊടിയും പിടിച്ചതായാലും അതെല്ലാം പോയി നന്നായിട്ട് വെട്ടിത്തിളങ്ങും. വെള്ളം ചേർക്കരുത് ഒരിക്കലും. വിനിഗറും വെളുത്തുള്ളി അതിൻ്റെ തോലോടെ ചേർക്കുക.
അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ടോട്ടലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാൽ മാത്രമേ മതി. ഒരതാനും ഇതിനൊന്നും നിൽക്കണ്ട. ഇതാ കണ്ടോ, അരമണിക്കൂർ കൊണ്ട് വേസിൻ്റെ രൂപം തന്നെ മാറി. അതുപോലെ ഇനി ബാത്റൂമിലും ഇതൊഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രഷ് കൊണ്ട് ടോട്ടലൊന്ന് ആക്കി എടുത്താൽ മതി. ലൈനിൽ നമ്മൾ ഒരതി ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യണം. ഇങ്ങനെയൊന്ന് ആക്കിയിട്ടിട്ട് നമുക്ക് ബാക്കി ജോലികൾക്കെല്ലാം പോകും. 1.5 മണിക്കൂർ കഴിഞ്ഞ് വന്നതിന് ശേഷം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇനി നമ്മൾ കിടക്കുന്ന ടൈമിൽ ഇത് ഒഴിച്ചിട്ടിട്ട് രാവിലെ ഫ്ലഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇതിനിടയിലൊക്കെ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇതാവും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ബാത്റൂം എല്ലാം ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടാൽ എത്ര കറ പിടിച്ചതായാലും നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുത്താൽ അത് നല്ല സെറ്റായിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വരും. ഇത് നമുക്ക് ടൈൽസിലേക്കും ബാത്റൂമിൻ്റെ ചുമര് ക്ലീൻ ചെയ്യാനും ഇത് ഹെൽപ്പാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചുമരാകുമ്പോൾ നമുക്ക് ഇത്തിരി ലെമൺ കൂടെ ചേർക്കുന്നത് നന്നാവും. അതുപോലെ ബാത്റൂമിൻ്റെ കൂടെ തന്നെ നമുക്ക് തലവേദന ആയിട്ടുള്ള വേറെ ഒന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടികളെല്ലാം ഇട്ട് വെക്കുന്ന കണ്ടെയ്നറുകൾ, അതുപോലെ നമ്മൾ ബ്ലാക്ക് കോഫിക്കെല്ലാം യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളെല്ലാം പെട്ടെന്ന് നിറം പോകുന്നത്, ഒരു ചുവന്ന നിറം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തുള്ളത്. നമ്മളത് കഴുകിയൊന്നും ഒരുപാട് ഉരച്ചൊന്നും ബുദ്ധിമുട്ടണ്ട. അതിനു പകരം കുറച്ചധികം ഫെയറി അതല്ലെങ്കിൽ വിമ്മ്, അതല്ലേ സോപ്പ് പൊടിയേക്കാളും നല്ലത് അത് തന്നെയാണ്. ഇത്തിരി സോഡാക്കാരോ ബേക്കിംഗ് സോഡ ഇല്ലേ, അതും കൂടെ കുറച്ച് ചേർക്കുക. അതും ഞാനിതിൽ ലെമൺ പോലെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, മറന്നുപോയി. അതും കുറച്ചധികം വിനിഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കി വെക്കുക. എന്നിട്ട് നമ്മൾ വെയിലുള്ള ഭാഗത്ത് വേണം ഈ പാത്രം വെക്കാനായിട്ട്. എന്നിട്ട് എത്ര പഴകിയ ഗ്ലാസ്സുകളോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളോ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഉപ്പെല്ലാം ഇട്ട് വെക്കുന്ന ടിന്നുകൾ പെട്ടെന്ന് അതിൻ്റെ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നല്ല വെയിലത്ത് ഇതുപോലുള്ള പാത്രങ്ങളിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് എല്ലാം ഇതിൽ ഇതെല്ലാം മുങ്ങി ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇതിനേക്കാളും കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ബക്കറ്റിലാക്കിയിട്ട് മുകളിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാലും മതി. ചായയുടെ കറയും പൊടികളുടെ കറയെല്ലാം മാറി ഇതൊരു മണിക്കൂർ 2 മണിക്കൂർ വേണമെങ്കിൽ കറയെടുക്കുക അനുസരിച്ച് 3 മണിക്കൂറെല്ലാം ഇട്ട് വെക്കുക. നമ്മൾ അതിന് ഭാഗത്തേക്ക് നോക്കേ വേണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് വെയിലത്ത് തന്നെ വെക്കുക. വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾക്കെല്ലാം പോവാം. ഇതാ മഞ്ഞൾപ്പൊടിയുടെ എല്ലാം കറകൾ മാറാനുള്ള ഹെൽപ്പാണ്. 1-2 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി നമ്മുടെ ഫ്ലോർ ക്ലീനിങ്ങും ബാത്റൂം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴേക്ക് ഇത് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ട് കഴുകി ഉണക്കാനിട്ടാൽ മാത്രം മതി. 2 തവണ മുകളിലോട്ട് വെള്ളം ആക്കിയതിന് ശേഷം വെള്ളം മാറ്റിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണർത്തിയാൽ ഇത്ര പഴയ പാത്രങ്ങളും പഴയ ഗ്ലാസ്സുകളും പുതിയതുപോലെ മണിക്കൂറുകൾ കൊണ്ട് വെട്ടിത്തിളങ്ങും. ഇതിന് മുമ്പെല്ലാം സ്റ്റോർ റൂമിന് വേറൊരു ദിവസം, ഡൈനിങ് റൂമിന് വേറൊരു ദിവസം, ബെഡ്റൂമിന് വേറൊരു ദിവസം, 10-15 ദിവസങ്ങൾ വെറുതെ ഇതിന് വേണ്ടിയിട്ട് മിസ്സാക്കും. അത്രയും ദിവസങ്ങൾ ഇനി അതുണ്ടല്ലോ, ഇനി ഇതുണ്ടല്ലോ, ഇത് കഴിഞ്ഞു, ആ ഒരു ആശ്വാസത്തിലായിരിക്കും. പലപ്പോഴും ജനലും വാതിലും ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്യാൻ ഒരാളെ ക്യാഷ് കൊടുത്തിട്ടാക്കിയാൽ പോലും അതിൻ്റെ ഡബിള് നമുക്ക് വീട്ടിൽ വേറെ ഉണ്ടാവും. പക്ഷേ ഇതൊറ്റ ദിവസം കൊണ്ട് എല്ലാം റെഡിയായി. കണ്ടെയ്നറുകളെല്ലാം നല്ല ക്ലീനായിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ക്ലീൻ ചെയ്തത് കുറച്ച് ദിവസങ്ങൾ അതുപോലെ തന്നെ കാണുക. നമ്മൾ മെനക്കെട്ടതിനൊരു റിസൾട്ട് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇനി അടുത്ത ടിപ്സ് ലെമൺ വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളെ ഡൈനിങ് ഷീറ്റിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടിപ്സ്. ഇത് നമുക്ക് കൂടുതൽ ഡൈനിങ് ടേബിൾസ് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തുള്ള മിററ്, അതുപോലെ ജനലിൻ്റെ
ഫ്രെയിമുകളെല്ലാം അതുപോലെ നമ്മൾ ഫോട്ടോ ഫ്രെയിമുകളെല്ലാം ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി, പഴകിയതിൻ്റെ എല്ലാം ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ടേബിൾ ഷീറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു എന്താ പറയുക, കുറച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്നും തുടച്ചൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഷൈനിങ് മാറിയിട്ടുണ്ടാവും. അതും കൂടെ തിരിച്ച് കിട്ടാനാണ്. ഇത് നമ്മുടെ ആവശ്യാനുസരണം ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഈ ഒരു ടേബിൾ മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. ബാക്കിയുള്ളതിനിപ്പോൾ ടൈമില്ല, എല്ലാം കൂടെ ആയപ്പോൾ. അപ്പോൾ ഇത് നാളെ എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇതും കൂടെ ചെയ്യാൻ പറ്റി. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്കും വീഡിയോ ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് വിനീഗറിലേക്ക് 1 ലെമൺ, ആ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതിനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ടേബിളിൻ്റെ അടിയിലും ആദ്യം ഞാൻ ടേബിൾ കവറിലാണ് എടുക്കുന്നത്. നമ്മുടെ വാഷ് ബേസിൻ്റെ മിററും എല്ലാം നന്നായിട്ട് വെട്ടിത്തിളങ്ങും. നമ്മൾ ടേബിൾ ഷീറ്റിൽ ഇടുമ്പോൾ തന്നെയുള്ള അതിൻ്റെ ഗ്ലേസിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഡൈനിങ് റൂമിലെ മീനിൻ്റെയും ഒളുമ്പിയ സ്മെല്ല് എല്ലാം മാറും. മൊത്തത്തിൽ നമ്മുടെ വീടിനൊരു ഫ്രഷ്നെസ് കിട്ടും. ഈ ഒരു സ്മെല്ല് കൊണ്ട് ലെമൺ മൊത്തത്തിലൊന്ന് ഫ്രഷ്നെസ്സിന് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ അപ്ലോഡ് ചെയ്ത ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.